പിണറായിയോ ശൈലജയോ രാജീവോ LDF പ്രതിപക്ഷത്തായാല് ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? റിപ്പോർട്ടർ ടിവിയുടെ ഒരു കാർഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതില് ഫോട്ടോ നൽകിയവരുടെ കൂട്ടത്തില് ആരൊക്കെയുണ്ട്? KK ശൈലജയുണ്ട്, KN ബാലഗോപാലുണ്ട്, MB രാജേഷ് ഉണ്ട്, P രാജീവ് ഉണ്ട്, പിന്നെ പിണറായി വിജയനുമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവ് ആകില്ല എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃ കസേരയിലേക്ക് വരില്ല. പിണറായി വിജയൻ അതിന് താല്പര്യവുമില്ല, അദ്ദേഹത്തിന് അതിന് ഇഷ്ടവുമില്ല, അദ്ദേഹം ആവില്ല. പിന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ TV പറഞ്ഞിരിക്കുന്ന KK ശൈലജ, KN ബാലഗോപാലൻ, MB രാജേഷ്, P രാജീവ്, 3 പേരും 4 പേരും 8 നിലയിൽ പൊട്ടും. P രാജീവ് കളമശ്ശേരിയിൽ പൊട്ടും, MB രാജേഷ് തൃത്താലയിൽ തോൽവി അനുഭവിക്കും, ബാലഗോപാലൻ കൊട്ടാരക്കരയിൽ, ശൈലജ പേരാവൂരിൽ സണ്ണി ജോസഫിനോടും പൊട്ടും. ഇനിയിപ്പോ എനിക്കറിയാത്തത്, എനിക്ക് മനസ്സിലാവാത്തത്, വടകരയിൽ തോറ്റ ശൈലജ വടകരയുടെ MB ആയതുപോലെ പേരാവൂരിൽ നിന്ന് തോക്കുന്ന ശൈലജ പ്രതിപക്ഷ നേതാവാകുമോ എന്നുള്ളതാണ് എനിക്കറിയാത്തത്. മേ ബി അന്തം കമ്മി അടിമകൾക്ക് അങ്ങനെ തോൽവി ജയം എന്നൊന്നും പറയുന്നില്ലല്ലോ. അവർക്ക് തോറ്റാലും ജയമാണ്. തോൽവി അത് സമ്മതിച്ചു തരാറില്ല സ്വാഭാവികമായിട്ടും. വടകരയിൽ ശൈലജ തോറ്റപ്പോ അല്ല, വടകരയുടെ NB അത് ശൈലജയാണെന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു അല്ലേ? ഇപ്പോഴും വടകരയുടെ MB അത് ശൈലജയാണെന്നാണ് അന്തംകമ്മി അടിമകൾ പറയുന്നത്. ഇനി ഒരുപക്ഷെ MLA ആയില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നിയമസഭാ സാമാജികനായില്ലെങ്കിലും, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലാണ് നിയമസഭാ സാമാജികനാകുന്നത്. നിയമസഭാ സാമാജികനായില്ലെങ്കിലും ശൈലജ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് വരാനാണ് സാധ്യത അല്ലേ? സ്വാഭാവികമായിട്ടും MB രാജേഷിന് തൃത്താലയിൽ വൻ പരാജയമാണ് MB രാജേഷിനെ കാത്തിരിക്കുന്നത്. P രാജീവിനെ കാത്തിരിക്കുന്നത് കളമശ്ശേരിയിൽ അതും പരാജയം തന്നെയാണ്. ബാലഗോപാലൻ പിന്നെ കൊട്ടാരക്കരയിൽ പറയേണ്ട കാര്യമില്ല, ഐഷ പോറ്റിയാണ് എതിർ സ്ഥാനാർത്ഥി. പിന്നെയുള്ളത് ശൈലജയാ. ശൈലജ വിജയിക്കുമായിരുന്നു, ശൈലജ മട്ടന്നൂരിൽ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ. ആ ശൈലജയെ പിടിച്ചു കൊണ്ടുപോയി ഈ പറയുന്ന പേരാവൂരിൽ എത്തിച്ചത് തന്നെ വലിയ അബദ്ധമായി പോയി എന്നുള്ളതാണ്. പേരാവൂരിലേക്ക് ശൈലജയെ പറിച്ചു നട്ടത് തന്നെ പിണറായി വിജയന്റെ ഒരു താല്പര്യമായിരുന്നു. ശൈലജ ഇനി പാർലമെന്റ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പിണറായി വിജയന്റെ താല്പര്യമാണ് മട്ടന്നൂരിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയി ശൈലജയെ പേരാവൂരിൽ പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ ശൈലജ സണ്ണി ജോസഫിനോട് തോക്കും പേരാവൂരില്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് നിയമസഭാ സാമാജികരല്ലാത്ത MLA ആകാത്ത ആളുകൾ അവരായിരിക്കുമോ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് ഈ പറയുന്ന CPM ഉയർത്തിക്കാട്ടുന്ന വ്യക്തിത്വങ്ങൾ? ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഇവരെ പ്രതിപക്ഷ നേതാവാക്കണമെങ്കിൽ ഇവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി പിന്നെ ഏതെങ്കിലും ഒരു സിറ്റിംഗ് സീറ്റിൽ വിജയിച്ച് കയറിയ ആളെ രാജിവെപ്പിച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കണം. അതല്ലേ വേണ്ടത്? അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ് CPMന് മുമ്പിലുള്ളത്. എന്താണെങ്കിലും ഈ കഴിഞ്ഞിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് പെട്ടിയിലായ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ വോട്ട് പ്രകാരം ഈ 4 പേരും വിജയിക്കില്ല. പിന്നെ വിജയിക്കാൻ സാധ്യതയുള്ളത് അതാരാ? ധർമ്മടത്ത് മത്സരിക്കുന്ന പിണറായി വിജയനാ. പിണറായി വിജയനും ഒരു പക്ഷേ കടപുഴകി വീഴാനുള്ള സാധ്യതകളും അങ്ങനെയും ചില അശരീരികൾ മുഴങ്ങുന്നുണ്ട്. എന്താണെങ്കിലും പിണറായി വിജയൻ ജയിക്കും, അത് വേറെ കാര്യം. പിണറായി വിജയൻ ജയിച്ചാലും അദ്ദേഹം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള അല്ല, അദ്ദേഹത്തിന് അതിനോടൊരു താല്പര്യമില്ലായ്മയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ആ ഒരു ശാരീരികമായ ആ ഒരു അവസ്ഥയിലല്ല അദ്ദേഹം ഉള്ളത്. അദ്ദേഹം അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കാനുള്ള സാധ്യതകൾ വളരെ 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 കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇവിടെ എന്താണ്? ഇനിയിപ്പോൾ P രാജീവ്, MB രാജേഷ്, ബാലഗോപാലൻ, ശൈലജ ഇവരൊക്കെ 8 നിലയിൽ പൊട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് ഇനി ആര്? ചിലപ്പോൾ പുതുമുഖങ്ങൾ ആരെങ്കിലും ആയിരിക്കാം. ഇനി ഒരു പക്ഷേ മരുമോൻ മുഹമ്മദ് റിയാസ് വിജയിച്ചു കയറുകയും
ഈ പറയുന്ന ആളുകളൊക്കെ പരാജയപ്പെടുകയും ചെയ്താൽ അവിടെ മരുമോനെ കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുത്തിയേക്കാം. അങ്ങനെ പല സാധ്യതകളുമുണ്ട്. എന്താണെങ്കിലും റിപ്പോർട്ടർ ടിവിയുടെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടേറിയറ്റും നടത്തിയ അവരുടെ, അത് കണ്ണൂർ ജില്ലയാവട്ടെ, പാലക്കാടാവട്ടെ, എറണാകുളമാകട്ടെ, ഇനി ഈ പറയുന്ന കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ്, ഈ എല്ലാ ജില്ലകളിൽ നിന്ന് വന്ന റിപ്പോർട്ടും ആ റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിട്ട് CPM നടത്തിയ വിലയിരുത്തലുകൾക്കപ്പുറം അവര് തന്നെ പ്രതീക്ഷയറ്റ് അവര് തന്നെ എഴുതി തള്ളിയ മണ്ഡലങ്ങളാണ് ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പേരാവൂരിൽ സണ്ണി വക്കീൽ വിജയിക്കുമെന്ന് തന്നെയാണ് CPM-ന്റെ കണക്കുകൂട്ടല്. CPM അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. കാരണം അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഇനി പാലക്കാട് എന്താണ്? പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ MP രാജേഷ് മത്സരിക്കുന്നു. അവിടെ VT ബൽറാം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി VT ബൽറാം വിജയിക്കുമെന്ന് തന്നെയാണ് പാലക്കാട് ജില്ലാ നേതൃത്വവും ഈ പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ആ വിലയിരുത്തലാണ്. പിന്നെയുള്ളത് ബാലഗോപാലൻ കൊട്ടാരക്കരയിൽ. അവിടെ ആയിഷ പോറ്റിയാണ്, മുൻ CPM-ന്റെ MLA ആയിരുന്ന ആയിഷ പോറ്റി ഈ തവണ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ആ ആയിഷ പോറ്റി വിജയിക്കും എന്നാണ് CPM വിലയിരുത്തുന്നത്. പിന്നെ എറണാകുളത്ത് P രാജീവ് 8 നിലയിൽ പൊട്ടും കളമശ്ശേരിയിൽ എന്നുള്ളതാണ് അവരുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന സെക്രട്ടേറിയറ്റും വിലയിരുത്തുന്നത്. അപ്പോ CPM തന്നെ വിജയം തള്ളിക്കളഞ്ഞ, പരാജയപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന 4 ആളുകൾ അവര് പ്രതിപക്ഷ നേതാവാകുമെന്നാണ് റിപ്പോർട്ടർ ടിവിയിൽ അരുൺകുമാറും ആന്റോയും കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പൊ അങ്ങനെ വല്ല നിയമമുണ്ടോ? MLA ആവാത്ത, മത്സരിച്ച് പരാജയപ്പെട്ട് MLA ആവാൻ സാധിക്കാത്ത അയാള് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്താണെങ്കിലും മന്ത്രിമാരുടെ കസേരയിലാണെങ്കിലും മുഖ്യമന്ത്രി ആവുന്നതാണെങ്കിലും ഒക്കെ ഈ വിജയിച്ച് കയറുന്ന ആളുകളാണല്ലോ. അപ്പൊ ഈ പരാജയപ്പെട്ട വ്യക്തി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പിന്നെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നിയമസഭ കണ്ട വ്യക്തി അതാണ് മുഹമ്മദ് റിയാസ് മരുമോൻ എന്നുള്ള ലേബലിൽ മന്ത്രിയായി. അപ്പോ ഈ പറഞ്ഞ ആളുകളൊക്കെ പരാജയപ്പെട്ട് മാറ്റി നിർത്തുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് സ്ഥാനാർത്ഥികളെ പോലും നിർണയിച്ചത്. പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ അവിടെ മരുമോൻ വേണം, മരുമോനെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ മരുമോൻ ബേപ്പൂരിൽ വലിയ കടുത്ത മത്സരമാണ്. കുറേ ആളുകൾ അൻവർ ജയിക്കും, കുറേ ആളുകൾ മരുമോൻ ജയിക്കും. ഇപ്പൊ ആര് വിജയിച്ചാലും ചെറിയ ഭൂരിപക്ഷമായിരിക്കും, അത്രയും ടൈറ്റ് ഫൈറ്റാണ് അവിടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ മരുമോൻ വിജയിച്ചാൽ ഈ ആളുകളൊക്കെ ഉറപ്പായിട്ടും പരാജയപ്പെടുമെന്നുള്ള. അപ്പൊ മരുമോൻ വിജയിച്ചു കഴിഞ്ഞാൽ മരുമോൻ വിജയിക്കൂല, അത് വേറെ കാര്യം കേട്ടോ. മരുമോനും പരാജയം തന്നെയാ. ബട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാ. മരുമോൻ വിജയിച്ചാൽ മരുമോൻ തന്നെയായിരിക്കും പ്രതിപക്ഷ കസേരയിൽ. വിജയൻ എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വരില്ല എന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ് എന്നുള്ളതാ. ഒരു പക്ഷേ പിണറായി വിജയൻ വിജയിക്കുകയും പ്രതിപക്ഷത്ത് LDF പ്രതിപക്ഷത്താവുകയും ചെയ്യുന്ന ഒരവസരമാകും. പിണറായി വിജയനും CPM-ഉം എങ്ങനെയാ മത്സരിക്കുന്നത്? എന്താഗ്രഹിച്ചിട്ടാ? വിജയിക്കും, എല്ലാവരും വിജയിക്കും, ഭരണം കിട്ടും. അപ്പോൾ ഭരണം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ ധർമ്മടത്ത് ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ രാജിവെക്കും, MLA സ്ഥാനം രാജിവെക്കും. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാ. അപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കരച്ചിൽ തീർന്നിട്ടില്ല. ഇന്നലെ എക്സിറ്റ് പോൾ വന്നതിന് തൊട്ട് പിന്നാലെ കരച്ചിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. റിപ്പോർട്ടർ ടിവിയുടെ ന്യൂസ് റൂമുകളിൽ നിന്ന് കൂട്ടക്കരച്ചിലാണ്. കൂട്ടക്കരച്ചില് കാട്ടുകള്ളം വീരപ്പൻ ആന്റോയുണ്ട്, മൊട്ട അരുണുണ്ട്, അങ്ങനെ വേണ്ട ഒരു സംഘം ചേർന്ന് കൂട്ടക്കരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയുടെ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് എന്നുള്ളതാ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, CPM മത്സരിപ്പിച്ച പാർട്ടി, CPM തന്നെ എഴുതി തള്ളിയ അവരുടെ സ്ഥാനാർത്ഥികൾ, എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുമെന്ന് അവർ തന്നെ വിലയിരുത്തിയ ആളുകളെ കുറിച്ച് ഇവരാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വരാൻ പോകുന്നത് എന്ന് ആന്റോയും കാട്ടുകള്ളനും മൊട്ടയും കൂടി ചർച്ച ചെയ്യുക. അപ്പൊ ആ ചർച്ചയുടെ ഒരു കോമാളിത്തരം ഉണ്ടല്ലോ. എത്രമാത്രം
ഒരു ചിരിപ്പിക്കുന്ന കാര്യമാണ് അവർ ചർച്ച, വലിയ സീരിയസ് ചർച്ചയാണ്. എന്താ ചർച്ച? തോൽക്കുമെന്ന് വിധിയെഴുതിയ ആളുകൾ പ്രതിപക്ഷ നേതാവ് ഇവരിൽ ആരായിരിക്കും? വാവ്, ആ കോമാളിത്തരം കണ്ടിട്ട് ഞാൻ ഇന്നലെ കുറെ ചിരിച്ചു.